SK11, your preparatory time is over. Chess number SK11 first call, chess number SK11 second call. Judges, please note that SK11 on stage. ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷിയും ഇരയുമായ മിസ് ഡയാന ജോൺ കൃഷികർ ഈ വർഷം ജനുവരി 20-ാം തീയതി പ്രണയം നിരസിച്ചതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ കോളേജ് ലാബിൽ വെച്ച് മാനവധ ശ്രമത്തിനിരയായി. ഈ സംഭവം നടക്കുന്ന 1 മാസം മുന്നേ
കൂടാതെ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആയതിനാൽ സാക്ഷിമൊഴികളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. കൂടാതെ ഈ കേസിൽ ഞാൻ കണ്ടെത്തിയ തെളിവുകളും ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. പ്രതിവാദ വക്കീലിനെതിരെ പ്രസ്താവിക്കാനുണ്ടോ? ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ വാദങ്ങളും തെളിവുകളും തികച്ചും കെട്ടിച്ചമച്ചതാണ്. എന്റെ കക്ഷി തികച്ചും നിരപരാധിയാണ്. പ്രതിക്കെതിരെയുള്ള അപ്രിയമായ തെളിവുകളും സാക്ഷിമൊഴികളും പ്രസ്താവിച്ചിട്ട് പോലും എതിർഭാഗം വക്കീലിന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് കടിച്ചു കയറാൻ കെൽപ്പുള്ള ഒരു ക്രൂര മൃഗത്തെയാണ്. തികച്ചും മനുഷ്യസഹജമില്ലാത്ത വാക്കുകളാണ് പ്രതിഭാഗം വക്കീൽ എന്റെ കക്ഷിക്ക് നേരെ ഉന്നയിക്കുന്നത്. രോഗബാധിതയായ തന്റെ അമ്മയ്ക്കും കുടുംബത്തിനുമുള്ള ഏക അത്താണി, പഠനത്തിലും കലാകായികങ്ങളിലും സാമർഥ്യം. ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെ പരാമർശിക്കുന്നത്? എന്റെ പൊന്നു വക്കീലെ, തേങ്ങ പത്തരിച്ചാലും താളല്ലേ കറി. അനാവശ്യ വാദങ്ങൾ ഉന്നയിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം കളയുകയാണ്. എന്താ പ്രതിവാദ വക്കീലിന്റെ മുട്ടുകാൽ വരയ്ക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട കോടതി, സ്ത്രീയെ വെറും ഉപയോഗ വസ്തുവായിട്ടാണ് ഇന്നത്തെ സമൂഹം കണക്കാക്കുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് കൂടിയും ഓരോ സ്ത്രീയും കുഞ്ഞുങ്ങളും നരകതുല്യമായി യാതനകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നിന്റെ ലഹരിയിൽ അമ്മ കുറക്ക് ഗുളിക നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ മകന്റെ പ്രായം 14. അങ്ങനെയുള്ള പക്ഷം ഇങ്ങനെയുള്ളവരെ പുറത്തുവിട്ടാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. പുറത്തുള്ള നിരപരാധികളായ ഓരോ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നിയമത്തിലും നീതിയിലും വിശ്വാസം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്റെ കക്ഷിയായ മിസ് ഡയാന ജോൺ കുരിശിങ്കലിന് നീതി നൽകണമെന്നും പ്രതിയായ മിസ്റ്റർ നീരജ് കൃഷ്ണയ്ക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. നീരജ് കൃഷ്ണയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതിവാദ വക്കീലിനെ പ്രസ്താവിക്കാം. ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷിയുടെ പ്രായവും വിദ്യാഭ്യാസവും കണക്കിലെടുത്ത് ശിക്ഷയ്ക്ക് ഇളവ് നൽകണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ഈ കോടതിയിൽ അവതരിപ്പിച്ച തെളിവുകളും വാദങ്ങളും കേട്ടതിൽ നിന്ന് കുറ്റാരോപിതനായ നീരജ് കൃഷ്ണ പ്രതിയാണെന്നും പ്രതിക്ക് നേരെ ആരോപിച്ച കുറ്റങ്ങളെല്ലാം പ്രസക്തിയുള്ളതാണെന്നും തെളിവുകളുടെ വെളിച്ചത്തിലും കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തിലും കോടതിക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഭാരതീയ ന്യായ സഹകരണ ഭാഗം 65 പ്രകാരം മാനഭംഗ ശ്രമത്തിനും 75 പ്രകാരം പിന്തുടരുക ചെയ്തതിനും 78 പ്രകാരം ലൈംഗിക ചുവയോടെ സംസാരിച്ചതിനും പ്രതിയുടെ പ്രായവും വിദ്യാഭ്യാസം കണക്കിലെടുത്ത് 10 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ഈടാക്കണമെന്ന് കോടതി ഉത്തരവിടുന്നു. കോടതി തിരിച്ചുവിട്ടിരിക്കുന്നു. സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ തെറ്റിന് കൂട്ടുന്നു. നമ്മളൊക്കെ വക്കീലന്മാരല്ലേ? ഈ കേസ് ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏറ്റെടുക്കും. അപ്പൊ ആർക്കാ നഷ്ടം? എനിക്കല്ലേ. ഞാൻ ബാധിക്കുന്ന കേസ് ജയിക്കാൻ ഏത് അച്ഛൻ വരെ ഞാൻ പോകും. മാനഭംഗ ശ്രമവും പിന്നെ അല്ലറ ചില സംഭവങ്ങളൊക്കെ കൂട്ടിക്കലത്തി ആ ചെറുക്കനെ അങ്ങ് കുടുക്കി. എല്ലാം ഡയാനയുടെ ഭാഷത്തക്കവണ്ണം. എന്ത് ഭാഷ? ഒരു പ്രണയം നിരസിച്ച ഉടനെ ആസിഡ് ഒഴിക്കും, കൊല്ലും, അല്ലെ ഇതുപോലെ കള്ളക്കേസിൽ പെടുത്തും. ഇതാണ് ഇന്നത്തെ തലമുറയുടെ ചിന്താഗതി. അതിന് കൂട്ടി നിൽക്കാൻ നിങ്ങളെ പോലുള്ളത്. നാളെ വന്നില്ല നിങ്ങൾക്ക് വലിയ ഇതുപോലത്തെ 2 മക്കള്. കോടതിയിൽ ആ പെൺകുട്ടിയെ ന്യായപ്പെടുത്തി കുറെ വാദിച്ചല്ലോ. ശരിക്കും നിങ്ങൾ ആ നിയമം ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല ലൂക്കിയെ. അത്രയ്ക്കും ശക്തിയാ ആ പേപ്പർ കഷ്ണത്തിന്. ആ ചെറുക്കൻ ജീവിച്ചെങ്കിലും ഇരിപ്പുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാൽ ഒരു ദുരഭിമാന പോലെ കേസ് എന്റെ കൈവിട്ടു പോയത്. ഒരു നിയമമാണ് നിങ്ങൾ വളച്ചൊടിച്ചിരിക്കുന്നത്. ആ അമ്മയുടെ ജീവിതത്തിലും ആ പയ്യൻ ജീവിതത്തിലും നിങ്ങൾ കടന്നു കൊടുക്കേണ്ടി വരും. പിന്നെ ഈ കേസ് ഇവിടെ കൊണ്ട് അവസാനിച്ചെന്ന് വിചാരിക്കേണ്ട. നീതി എടുക്കാനാ ഞാൻ ഏതറ്റം വരും. ഇത് വെറും കഥയോ കഥാപാത്രമോ മാത്രമല്ല, ഈ സമൂഹത്തിലെ മുഖംമൂടിയണിഞ്ഞ സത്യങ്ങൾ. ഈ ഓരോ ജീവിതങ്ങൾക്കും ഉത്തരങ്ങൾ നൽകേണ്ട താരം, നിയമം നടപ്പിലാക്കേണ്ട കോടതിയോ അതോ സ്വയം കോടതി എന്ന